ഈശോയെ പ്രേമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. നമ്മൾ അതിന് തുടർച്ചയായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഡിവൈൻ പ്രസൻസ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, നമ്മളിന്ന് ദൈവം എന്നുള്ള ടോപ്പിക്കൊക്കെ മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അനന്ത ജ്ഞാനമാണ്. അതായത് ഇപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐഡിയകളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തരാൻ സാധിക്കുന്ന ജ്ഞാനത്തിൻ്റെ ഒരു വലിയ പ്രസൻസ് ആണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോകേണ്ട വഴികളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. 100 വാതിൽ മുട്ടിയാലാണ് ഒരു വാതിൽ തുറക്കുക എന്നാണ് ആളുകൾ പറയുക, അല്ലേ? പക്ഷെ തുറക്കേണ്ട ഒരു വാതിലിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണ കിട്ടിയാലോ, അതായത് നിന്റെ വിളി ഇതാണ്, നീ പോകേണ്ടത് ഇങ്ങനെയാണ്, നീ ഇതിലൂടെ പോകുമ്പോൾ നീ വിജയിക്കും എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിലോ, അങ്ങനെ ഒരാളാണ് പരിശുദ്ധാത്മാവ്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെയാണ്. നിങ്ങൾ പുറമെ നിന്നുള്ളവരെയല്ല ശ്രദ്ധിക്കേണ്ടത്. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നതിന് എനിക്കൊരു പ്രചോദനം ഉണ്ടായി. ഞാനത് തുടങ്ങി 3-4 തവണ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ധൈര്യക്കുറവ് മൂലമാണ്. കാരണം ഞാൻ വിചാരിച്ചു എന്നെയൊക്കെ ആര് കേൾക്കാനാ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത്രയധികം പറയുന്ന ആളുകളുള്ള ഒരു കത്തോലിക് ചർച്ച് എന്ന് പറയുന്നത് ഒരു ബിഗ് ആയിട്ടുള്ളൊരു സംഗതി. അതിനകത്ത് ആരെന്തിനാണ് ഇപ്പം എൻ്റെ വീഡിയോസ് കേൾക്കുന്നത് എന്നാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഉൾപ്രേരണകളെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തോടെ എനിക്ക് നോ പറയാൻ പറ്റില്ല. ഇത് ആളുകൾ കാണുമോ കാണില്ലേ എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് എന്നെ പുഷ് ചെയ്യുന്ന ആ ഒരു എനർജിയോട്, ആ ഒരു ശക്തിയോട് ഞാൻ നീതി പുലർത്തണം, സത്യസന്ധത പുലർത്തണം, അല്ല അതിനോട് എനിക്ക് എന്തെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ഉൾപ്രേരണയാണ്. അതിൻ്റെ റിസൾട്ടിനെ പ്രതീക്ഷിക്കാതെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് കാരണം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും ഈ ഒരു പുഷ് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മ പ്രചോദിപ്പിക്കുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. അതെല്ലാം എനിക്ക് അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ ഈ പ്രചോദനങ്ങളെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് എപ്പോഴും വഴികൾ തുറക്കുന്നതായിട്ടും തടസ്സങ്ങൾ മാറിപ്പോകുന്നതായിട്ടും അത് എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് അധ്വാനിക്കാൻ വേണ്ടി മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ എന്നൊരു ഫീൽ എനിക്കുണ്ട്. ഇപ്പോൾ ഒരു ജോലി അവിടെ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് നിങ്ങൾ ആ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടായാലും ഓൾറെഡി നിങ്ങൾക്ക് ആ ജോലി തരാൻ വേണ്ടി ദൈവം അവിടെ വെച്ചിട്ടുണ്ട്. സോ അതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൃത്യമായിട്ട് നയിക്കും. നമ്മുടെ ജീവിതത്തിനെ കൃത്യമായിട്ട് ദൈവം ഡോട്ടുകൾ ഇട്ടിട്ട് വെച്ച് ഒരു നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അത് വേൾഡിൽ നോളജ് ഉള്ളത് കൊണ്ട് നമ്മുടേതായിട്ടുള്ള ജീവിതയാത്ര ജീവിച്ചു തീർക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് വേണ്ടത് ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ അറിവ്. ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന അറിവാണ്. ആ അറിവ് തരുന്ന ഒരാളായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ കണക്കാക്കാൻ സാധിക്കും. അതായത് നീ ഇതാണ് ചെയ്യേണ്ടത്, ഈ വർഷം നീ ഇതാണ് ചെയ്യേണ്ടത്. ഒരു 5 വർഷത്തേക്കുള്ള നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പദ്ധതി ഓൾറെഡി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ അത് പറഞ്ഞു തരും. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് അത്രയും പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ട്. പക്ഷെ നമ്മളെന്ന് വിചാരിക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന് എന്നെ കുറിച്ച് വലിയ താല്പര്യമൊന്നുമില്ല, ഇവളൊക്കെ എവിടെ എത്താനാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഇവരെന്ത് വിചാരിക്കുന്നു എന്നുള്ളതിനാണ്. ഇവിടെയാണ് നിങ്ങൾ മനുഷ്യന് 1-ാം സ്ഥാനം കൊടുക്കരുത്. മനുഷ്യന്മാരുടെ ചിന്തയ്ക്കൊക്കെ ലിമിറ്റുണ്ട്, ദൈവത്തിൻ്റെ ചിന്തയ്ക്കാണ് ലിമിറ്റേഷൻസ് ഇല്ലാത്തതും നമ്മുടെ നന്മ ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ശാലോൺ TV എന്നൊരു ചാനൽ തുടങ്ങാൻ വേണ്ടി ഒരു പ്രചോദനം കിട്ടിയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതിരിക്കുകയൊക്കെയാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. ഇതൊരു ഈസി കാര്യമാണോ? അപ്പം നമ്മൾ എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് മുമ്പിൽ മനസ്സിലാവില്ല. ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് എനിക്ക് എന്താണ് കർത്താവ്, അത് ശരിയാവുമോ എന്നെനിക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ മൈൻഡിന് ലിമിറ്റേഷനുണ്ട്. നമുക്കൊരു 2 സ്റ്റെപ്പ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ദൈവത്തിനെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് ആദ്യവും അന്ത്യവുമാണ്. അപ്പം ആ ഒരു ദൈവികമായിട്ടുള്ള പ്രചോദനങ്ങൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ തലയിൽ ഇടുന്നത്, നമുക്ക് ബോധ്യങ്ങളായിട്ട് തരുന്നത്, നമുക്ക് വിഷനായിട്ട് തരുന്നത്, സ്വപ്നത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. സോ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടണം. ഇനി എനിക്ക് ഒരു വലിയ പ്രാസംഗികയാകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കാം. എനിക്കൊരു സംഗതി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് എൻ്റെ അപ്പൻ അമ്മയിൽ നിന്നും അത്ര ധൈര്യമുള്ള ഒരാളായിട്ട് എന്നെ അവർ വളർത്തിക്കൊണ്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ബേസിക്കലി ജനറ്റിക്കലി എനിക്ക് അത്ര ധൈര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. എൻ്റെ കാര്യം തന്നെ പറഞ്ഞു, എനിക്ക് അത്ര ധൈര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് അസാധാരണമായ ധൈര്യമാണ്. ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്തൊരു കാര്യമാകുമ്പോൾ മറ്റൊരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം, ഞാനത് പ്രാർത്ഥിച്ച് ആലോചിച്ച് ഡിസിഷൻ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതൊരു ദൈവത്തിൻ്റെ ഒരു പദ്ധതി അനുസരിച്ച് ഞാൻ ചെയ്തൊരു കാര്യമാണ്. സോ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്താലും അല്ലെങ്കിൽ ആളുകൾ നിങ്ങളോട് ഇതിനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഈ ധൈര്യം തരുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഒരു സ്വപ്നത്തിന് പുറകെ പോകണമെങ്കിൽ, ഒരു ആഗ്രഹത്തിന് പുറകെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നിങ്ങൾ ആഗ്രഹിച്ച ഒരു പർപ്പസിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ആവശ്യമാണ്. ആ ധൈര്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്.
ഇനി മറ്റൊന്ന്, കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അതായത് ഇപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ചെയ്യേണ്ടത്, അപ്പോൾ കുറേ പേര് ഒരു കാര്യം പരിശീലനം പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ വരുമ്പോൾ നമുക്ക് തോന്നുവാണ്, ഇല്ല ഇത് വിട്ടേക്കാം, ഇതിങ്ങനെ ചെയ്യണ്ട, ഇതുകൊണ്ട് പോവണ്ട നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് എന്നത് ഒരാളായിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ബലപ്പെടുത്തുന്നത് കൊണ്ട് ചാലഞ്ചസുകൾ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അധികാരികൾ, വ്യക്തികളുടെ ബലം. അതായത് ഇപ്പോൾ ഓരോ കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിയുമ്പോൾ മദർ തെരേസ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഉദാഹരണം. മദർ തെരേസയുടെ ഉൾപ്രേരണയാണ് മദർ തെരേസ ഫോളോ ചെയ്തത്. മദർ തെരേസയ്ക്ക് ഉൾപ്രേരണ ഉണ്ടായി എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ മദർ തെരേസയ്ക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ആ ഉൾപ്രേരണകൾ ദൈവത്തിൽ നിന്നാണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് നാൾ ചെലവഴിക്കുന്നു. പിന്നീട് പരിശുദ്ധാത്മാവ് തന്ന പ്രചോദനം അനുസരിച്ച്, ദൈവം കൊടുത്ത പ്രേരണ അനുസരിച്ചിട്ട് മഠം വിട്ടിറങ്ങി ഒരു മിഷൻ ആരംഭിക്കുന്നു. പക്ഷെ അന്ന് മദർ തെരേസ ഒറ്റയ്ക്കാണ് അത് ആരംഭിച്ചത്. അത് ഇത്രയും വലിയൊരു പ്രസ്ഥാനമായിട്ട് വളർത്തുന്നതിന് അമ്മയുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വലിയ പങ്കുണ്ട്. അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. പ്രവർത്തനം കൂട്ടിയിട്ട് നല്ലത് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥന കുറയ്ക്കാൻ പാടില്ല. കാരണം ഇതിൽ നിന്നാണ് എല്ലാ ശക്തിയും കിട്ടുന്നത്. വിപ്ലവകരമായിട്ടുള്ളൊരു ഇടപെടലാണ് മദർ തെരേസ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നടത്തിയത്. അതായത് ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരുന്ന, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ഇന്ത്യയിൽ ദാരിദ്ര്യവും പട്ടിണിയും മൂലം കരുണ എന്ന് പറയുന്ന വലിയ പാഠമാണ് ദൈവം മദർ തെരേസയിലൂടെ ഇന്ത്യയെ പഠിപ്പിച്ചത്. ലോകത്ത് മുഴുവനും അത് വ്യാപിച്ചു, ആ പ്രകാശം വ്യാപിച്ചു. ഇത്രയും വലിയ കാര്യം ഒരാളെ വെച്ചിട്ട് ദൈവം പ്രവർത്തിക്കുകയാണ്. അതിനെന്താ, ദൈവത്തിന് വിട്ടുകൊടുത്തൊരു ജീവിതമായിരുന്നു മദർ തെരേസ. അതിന് മദർ തെരേസയെ സഹായിച്ച ധൈര്യം, മുന്നോട്ട് പോവാൻ. വലിയ വലിയ ആളുകളെ കാണേണ്ടി വരും, വലിയ വലിയ മുനിസിപ്പൽ ഓഫീസർമാർ വരുന്നതായിട്ട് ആ കഥകളിലുണ്ട് മദർ തെരേസയുടെ. ഇതെന്താണ് ഈ സ്ഥലത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, പല ഓഫീസറുകളെ കാണണം. നമ്മളൊരു സാധാരണ വ്യക്തിയാണ്. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പല ഉദ്യോഗസ്ഥരെ കാണണം. അപ്പം എനിക്ക് അവരുടെ അത്ര അറിവുണ്ടാവില്ല, എനിക്ക് അവരുടെ അത്രയും ബലമില്ല. പക്ഷെ എൻ്റെ കൂടെ ഉള്ളവൻ ശക്തനാണ്. അപ്പം ആ പരിശുദ്ധാത്മാവ് എനിക്ക് ധൈര്യം തരുന്നത് കൊണ്ട് ചാലഞ്ചസിനെ നേരിടാനും എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോകാനും എനിക്ക് സാധിക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് പല വാതിലുകളും അടയുന്നത്? നമ്മൾ ഒരു വാതിൽ അടയുമ്പോൾ, അതായത് വലിയ തോതിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ അതിന് സഹായിക്കും. അതായത് ഞാനിപ്പം എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ മാക്സിമം ഞാൻ ചിന്തിക്കുക ഒരു ടീച്ചറായിട്ട് ജീവിച്ച് മരിക്കണം എന്നായിരിക്കും. അതാണ് എൻ്റെ ബുദ്ധിയിൽ എന്നെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറയുന്നത്, ഒരു ടീച്ചറായിട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഭയങ്കര വലുതും വൈഡുമാണ്. അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് എൻ്റെ ബുദ്ധി കൊണ്ടുപോലും ഞാൻ ആലോചിച്ചില്ല. ഇതൊക്കെ ദൈവം എന്നോട് പറയുവാണെങ്കിൽ ഞാൻ പറയും, നിനക്ക് എന്താണ് ഇത്, എന്നെക്കുറിച്ച് തന്നെയാണോ നീ പറയുന്നത്? നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും വലിയ പദ്ധതികൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുണ്ട്, നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. ദൈവത്തിന് നിന്റെ ശേഷിയും നിന്റെ ബലവുമല്ല, എൻ്റെ ഫിസിക്കൽ സ്ട്രെങ്തോ എൻ്റെ മെൻ്റൽ സ്ട്രെങ്തോ എൻ്റെ മനസ്സിൻ്റെ ശക്തി പോലും ദൈവത്തിന് ആവശ്യമില്ല എന്നിലൂടെ ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന്. ഞാൻ എന്ന വ്യക്തിയുടെ സമ്മതം മാത്രമാണ് ആവശ്യമുള്ളത്. ഞാൻ മെൻ്റലി പല സ്ട്രഗിളുകളോട് പൊരുതിയാലും എൻ്റെ ദൈവത്തിന് എൻ്റെ മെൻ്റൽ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ശക്തിയെ ദൈവത്തിൻ്റെ കൃപയാൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്നിലൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. നമ്മുടെ ഒരു യെസ് മാത്രമാണ് ദൈവത്തിന് ആവശ്യമുള്ളത്. ഈശോയിൽ പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികൾ ദൈവത്തിനുണ്ട്. ആ വലിയ പദ്ധതികളിലേക്ക് എത്താൻ നിങ്ങൾ നടക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കയ്യും പിടിച്ചാണ്. നമ്മുടെ ചിന്തകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മുടെ ജനറ്റിക്കലി വന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അത്ര വലിയ സ്വപ്നമൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടത്തിൽ നമ്മൾ പേടിക്കുന്നുണ്ടാവും, ഇത് എന്നെ കൊണ്ടൊക്കെ പറ്റുമോ? കാരണം നമ്മൾ വളരെ പേടിച്ച് ജീവിച്ചിട്ടുള്ള ഒരാളായിരിക്കാം. പക്ഷെ ഇവിടെ എല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒഴുകുകയാണ്. ധൈര്യമാണെങ്കിൽ ധൈര്യം, ജ്ഞാനമാണെങ്കിൽ ജ്ഞാനം, കോംപ്രമൈസ് ചെയ്യാത്ത വിവേകപരമായ ഇടപെടലുകളാണെങ്കിൽ അങ്ങനെ, തൻ്റെ ഇടമായ തീരുമാനമെടുക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളൊരു അഹങ്കാരി ആണെന്ന് മറ്റുള്ളവർ വിചാരിച്ചാലും നിങ്ങളുടെ അതായത് ഇവിടെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു ധൈര്യം കാണിക്കുന്നതെന്ന് ചോദിക്കൂല്ലേ? എന്ത് കണ്ടിട്ടാണ്? പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളത് കണ്ടിട്ടാണ്, ദൈവം കൂടെ ഉള്ളത് കണ്ടിട്ടാണ്. ഇതൊക്കെയാണ് സ്പിരിച്വാലിറ്റി എന്ന സംഗതിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. നിങ്ങളുടെ ബലമില്ലായ്മകളിൽ നിന്റെ കൃപ മതി കർത്താവേ എന്ന് പറയാൻ നമുക്ക് പറ്റുന്നതാണ്. ഈ കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നും ഒഴുകി വരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ സ്വീകരിക്കണം. അത് നിങ്ങളുടെ ജീവിതയാത്രയ്ക്ക് ആവശ്യമുണ്ട്. യേശുവിനെ അറിയുന്ന ആരും, പരിശുദ്ധാത്മാവ് എന്ന നാമം അറിയാവുന്ന ആരും, അല്ലെങ്കിൽ തൃത്വൈക ദൈവത്തെ അറിയാവുന്ന ആരും, ഭൂമിയിൽ ക്രിസ്തുവിനെ പരിചയപ്പെട്ടിട്ടുള്ള ആരും ഓർഡിനറി ലൈഫ് ജീവിച്ച് മുന്നോട്ട് പോകുന്നില്ല. അവർക്ക് ചെയ്യാൻ ഭൂമിയിൽ
കാര്യങ്ങളുണ്ട്. അവര് ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത് ചില കാരണങ്ങളുള്ളത് കൊണ്ടാണ്. ഈ ഭൂമിയിൽ അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടേ അവർ ഭൂമിയിൽ നിന്ന് മടങ്ങുകയുള്ളൂ. നിങ്ങൾക്ക് ചുറ്റുമുള്ള 10 പേർക്കെങ്കിലും പ്രകാശം കൊടുക്കുന്ന ഒരാളായിട്ട് ദൈവം നിങ്ങളെ മാറ്റിയിട്ടേ ഈ ജീവിതത്തിൽ നിങ്ങൾ മടങ്ങും. യേശുവിനെ അറിയുന്നവൻ മീനിങ്ലെസ് ആയിട്ട് ജീവിക്കില്ല. അർത്ഥമില്ലാതെ വെറുതെ ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോയി വെറുതെ ഇങ്ങനെ ജീവിക്കില്ല. അവനെ വെച്ച് ദൈവം പരമാവധി അനുഗ്രഹങ്ങൾ ഭൂമിയിൽ പെയ്യിക്കും, ഭൂമിയിലേക്ക് കൊണ്ടുവരും. പരമാവധി പേർക്ക് യേശുവിനെ അറിയാവുന്ന പരമാവധി പേർക്ക് അനുഗ്രഹമാക്കി മാറ്റി. അപ്പൊ മദർ തെരേസ എന്ന ഒരു വ്യക്തിയിലൂടെ ഒരു വലിയ ലോകത്തിന് വൈഡായിട്ടാണ് ദൈവം ഇടപെട്ടത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരിലൂടെ ഒരു നാടായിരിക്കാം, ഒരു വില്ലേജ് ആയിരിക്കാം, ഒരു സിറ്റി ആയിരിക്കാം, ഒരു ഇടവകയായിരിക്കാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം, നമ്മളിലൂടെ പ്രവർത്തിക്കുക. അത്രയും കപ്പാസിറ്റി ഉള്ളവനാണ് മനുഷ്യൻ. സോ മനുഷ്യൻ്റെ ഈ കപ്പാസിറ്റികൾ അറിയണം. അത് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം എനിക്ക് സൈക്കോളജിക്കൽ ടേംസിൽ പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരുടെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിനോടൊപ്പം നിങ്ങൾ കൈ പിടിച്ച് നടക്കണം. ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു ഭാവിയുണ്ട്, വളരെ പ്രത്യാശ നിറഞ്ഞ ഒരു ഭാവി. നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടാണെങ്കിലും നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കുക. വയസ്സായ മുടി നരച്ച് വയസ്സായിട്ട് ഇരിക്കുന്ന ആളുകളിലൂടെ പോലും ശക്തമായ അത്ഭുതങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. സോ അതൊന്നും ഒരു തടസ്സമല്ല. വൃദ്ധന്മാർ തുള്ളിച്ചാടുന്ന ഒരു കാലഘട്ടം, ഒരു സമയം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിനോട് വരുമ്പോഴാണ്. മത്ത് പിടിച്ചതുപോലെ ബഹളം വെച്ച് ആനന്ദത്തിൽ മുങ്ങുന്ന പറ്റുന്നത് പരിശുദ്ധാത്മാവ് വരുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിന്റെ കാര്യം പിടിച്ച് നടക്കുക. കൃത്യമായിട്ട് ദൈവം നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതി പ്ലാൻ വരച്ചു വെച്ചിട്ടുണ്ട്, അതിലേക്ക് എത്തുക. അത് കംപ്ലീറ്റ് ചെയ്യാതെ മടങ്ങിയാൽ നമുക്ക് ദൈവത്തിന്റെ മുഖം കാണാൻ സാധിക്കത്തില്ല. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ഘട്ടത്തിലും പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കുക, പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.